ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മളൊരു ഡേ ആണ് കേട്ടോ ഗൈസ് എടുക്കുന്നത്. അപ്പോഴത്തേക്കും ഇക്ക ആണെങ്കിൽ മോക്ക് മെഹന്തി ഇട്ട് കൊടുക്കുകയാണ്. തലയ്ക്കും ദിവസം രാത്രി ഇട്ട് കൊടുക്കുന്ന വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അവൾക്ക് നാളെ ഒപ്പനയുടെ പ്രോഗ്രാം ഉണ്ട്. അപ്പോൾ അവൾ പറഞ്ഞു വാപ്പി ഇട്ട് തന്നാൽ മതി എന്ന് പറഞ്ഞു. എന്നെ ഇതൊന്നും ഇങ്ങനെയൊന്നുള്ള പണികളൊന്നും എന്നെ ഏൽപ്പിക്കില്ല. അപ്പം അവർ ഈ വാപ്പായും മോളും കൂടി കാര്യമൊക്കെ പറഞ്ഞ് നല്ല കണക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ മെഹന്തി. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇച്ചിരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് ലാസ്റ്റ് ഞാൻ കാണിച്ചു തരാം ഗൈസ്. അത് ഇച്ചിരി ഇതായി പോയി. അപ്പോൾ അവൾ വാപ്പച്ചിയുടെ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഇക്കായാണ് ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ മെഹന്തി ഇട്ടിട്ട് ലാസ്റ്റ് ഫൈനൽ ലുക്ക് ഇതാണ് ഗൈസ്. ആ അപ്പുറത്തെ കയ്യിൽ ഞാനാണ് ഇട്ട് കൊടുത്തത്. അത് ഇച്ചിരി കുളമായിപ്പോയി. അങ്ങനെ 2 സെറ്റായി വന്നു. പിന്നെ പിറ്റേന്ന് രാവിലെ ആയപ്പോഴത്തേക്കും ഞങ്ങളുടെ വീട്ടിൽ കുറച്ച് പോച്ചയൊക്കെ നല്ല കണക്ക് വളർന്ന് കിടക്കും. ഞങ്ങളുടെ ഇവിടെ പോച്ചയെന്നാണ് പറയുന്നത്. അപ്പോൾ അത് വളർന്നൊക്കെ കിടക്കുന്നതാണ്. ഒരു ചേട്ടൻ വന്ന് ജോലിക്കൊക്കെയാണ് ഗൈസ്. അങ്ങനെ മോള് റെഡിയായി സ്കൂളിലോട്ട് പോവുകയാണ്. അപ്പോൾ പ്രോഗ്രാം അല്ലേ, അങ്ങനെ ഞാൻ ചോദിക്കുകയാണ് റെഡി ആയോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ എല്ലാ സാധനങ്ങളും ഒക്കെ എടുത്ത് വെക്കുകയാണ് അവൾക്ക് വേണ്ടിയിട്ടുള്ളത്. അങ്ങനെ അവൾ റെഡിയായി സ്കൂളിലോട്ട് പോവുകയാണ്. ടാറ്റയൊക്കെ പറഞ്ഞ് അവൾ സ്കൂളിലോട്ട് പോയി. അങ്ങനെ പിന്നെ മോനും ഇക്കായും കൂടി ഷോപ്പിലോട്ട് വന്ന്. ഇവനെയും ഇന്ന് സ്കൂളില്ല, അവർക്കില്ല, KG-കാർക്കില്ല. പിന്നെ ഉച്ചയായപ്പോൾ അവർ വാപ്പായും മോനും കൂടി ഇങ്ങോട്ട് സ്കൂളിലോട്ട് പോവുകയാണ് ഗൈസ്. അങ്ങനെ മോള് റെഡിയായി. മോള് താണ്ട് ഇതാണ് അവളുടെ കോസ്റ്റ്യൂം വരുന്നത്, ഒപ്പനയ്ക്കുള്ളത്. ഇതാണ് കേട്ടോ മേക്കപ്പും എല്ലാം വരുന്നത്. അപ്പം ഇക്ക പറഞ്ഞു നല്ലതായിരുന്നു, പ്രോഗ്രാമൊക്കെ നല്ലതായിരുന്നു. അവരുടെ ആ ഒരു 5th സ്റ്റാൻഡേർഡ് വെച്ച് നോക്കുകയാണെങ്കിൽ ബെറ്റർ ആയിരുന്നു എന്ന് പറഞ്ഞു. ഒരു കളിച്ചതൊക്കെ നല്ലതായിരുന്നു, എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഇക്ക വീഡിയോ എടുക്കുകയാണ് ഗൈസ്. എനിക്ക് പോകാൻ പറ്റിയില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോപ്പ് കളഞ്ഞിട്ട് എപ്പോഴും നമുക്ക് പോകാൻ പറ്റത്തില്ലല്ലോ. ഒരു ബിസിനസ്സൊക്കെ ആകുമ്പോൾ നമ്മൾ കൂടെ ഇരുന്നാലല്ലേ പറ്റത്തുള്ളൂ. അങ്ങനെ നമ്മൾ വൈകിട്ടായപ്പോഴത്തേക്കും അവരെയും കൂട്ടിയിട്ട് നമ്മൾ വഴിയോര കടയുണ്ട്, ഞങ്ങളുടെ ഇവിടെ വഴിയോര കടയുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ അവിടെ പോവുകയാണ്. അപ്പോൾ നല്ല ഇരുട്ടായി കേട്ടോ, രാത്രിയായി. അപ്പോഴാണ് നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ ഇറങ്ങിയത്. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ്. പോയി പുറത്തുനിന്ന് ഫുഡ് കഴിക്കാമെന്നും പറഞ്ഞുകൊണ്ടാണ് ഗൈസ് പോകുന്നത്. അപ്പോൾ അവളെയും വിളിച്ചു. അതിനുശേഷം ഞങ്ങൾ കയറിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ വഴിയോര കടയിലാണ്. വഴിയോര കടയിലെ ഫുഡ് അറിയാമല്ലോ, അടിപൊളിയാണ്. പക്ഷെ നമ്മൾ ഇരുന്ന് കഴിക്കാനുള്ള ഒരുപാട് തിരക്കായിപ്പോയി കേട്ടോ. അതുകൊണ്ട് നമ്മൾ ഇരുന്ന് കഴിച്ചില്ല. അവിടുന്ന് സാധനം മേടിച്ചുകൊണ്ട് വന്ന് നമ്മൾ വണ്ടിയിലിരുന്നാണ് ഗൈസ് കഴിക്കുന്നത്. കഴിച്ചപ്പോഴത്തേക്ക് എന്തൊക്കെയായിരുന്നു, ബെറോട്ടയും മൊറട്ടിയും ലിവറും എല്ലാം ഉണ്ടായിരുന്നു ഗൈസ്. അങ്ങനെ അതെല്ലാം കൂട്ടി ഞങ്ങൾ കഴിച്ചു. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ, നല്ലതാണ് അവിടുത്തെ ഫുഡ്, നല്ല ടേസ്റ്റാണ്. അങ്ങനെ അതൊക്കെ കഴിച്ചു ഗൈസ്. ഇതൊക്കെയായിരുന്നു ഇന്നത്തെ ഒരു വ്ലോഗ്. അപ്പോൾ ടാറ്റാ, ബൈ ബൈ.